നമ്മളിന്നൊരു ഹാഫ് ആൻ അവർ ടൈം എക്സ്റ്റെൻഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ ടൈമിങ്ങിനനുസരിച്ച് ചിലപ്പോൾ കുറച്ച് എക്സ്റ്റെൻഡ് ആകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായേക്കും. പക്ഷെ അതുകൊണ്ട് പേടിക്കേണ്ട, നമ്മൾ കുറച്ചധികം ലേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യൂല. പെട്ടെന്ന് തന്നെ എൻഡ് ആവും. നമ്മൾ നോർമലി ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ എൻഡ് ആവും. നമ്മൾ സാധാരണ ഒരു 11:30 11:45 ആകുമ്പോൾ എൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ എൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടൈം ഇതാവുമെന്ന് പേടിക്കണ്ട. ഒന്ന് ഹാഫ് ആൻ അവർ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. ഞാനൊരു ചെറിയ ഫംഗ്ഷൻ പോയിട്ട് തിരിച്ചെത്തിയപ്പോൾ ഒത്തിരി ടൈം ലേറ്റ് ആയി. അതാണ് സംഭവിച്ചത്. ഓക്കെ, സോറി ഫ്രം മൈ സൈഡ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്, കാര്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്നലെ പറഞ്ഞു വെച്ച ആ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന അജണ്ട തന്നെ. നമ്മൾ വേറെ ഒരു പുതിയൊരു ടോപ്പിക്കിലേക്ക് ഒന്നും പോകുന്നില്ല. കംപ്ലീറ്റ്ലി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തന്നെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ മേജർ അജണ്ട. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ഫൈനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫുൾ ലെങ്ത് പറയാ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് തന്നെ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ബേസിക് ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിക് ഐഡിയ പറയുകയും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കേണ്ട ഒരു ക്വസ്റ്റ്യനും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഉണ്ടാക്കണം, അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ബേസിക് ഐഡിയ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഡിസ്കസ് ചെയ്ത സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇത് ഫുള്ളായി പറഞ്ഞിട്ടില്ല. ഇതിൽ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരാനുണ്ട്, അതിനെ കുറിച്ചൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരേ ഒരു കാര്യം, ഒറ്റ കാര്യം ചെയ്യുന്നുള്ളൂ. ഒറ്റ ക്വസ്റ്റ്യനെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ഒറ്റ സിംഗിൾ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇന്ന് നമ്മുടെ ടോപ്പിക്കിൽ. ഓക്കെ, ബാക്കി നാളെയാണ്. അപ്പൊ ഇന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫുൾ ലെങ്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. ഇനി ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ പെട്ടെന്ന് തീരുകയാണ്, ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് തീരുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്തേക്കാം. ബട്ട് ഇന്ന് നമ്മൾ വേറെ പുതിയ ടോപ്പിക് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമ്മൾ ഇന്ന് പറയുന്നുള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ ഇന്ന് നമ്മൾ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ബേസിക് ഐഡിയ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ. ഓക്കെ, അതിൽ നമ്മൾ മൂന്ന് ഐഡിയ, ഐ മീൻ മൂന്ന് ടോപ്പിക്കായിട്ട് നമ്മൾ തരം തിരിച്ചൊക്കെ എന്നുള്ള നമ്മളൊരു ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഏതിൻ്റെയൊക്കെ അണ്ടറിലാണ് കാണിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞാണ്. അതിൽ ഓപ്പറേഷൻ, ഫൈനാൻസിങ്, ഇൻവെസ്റ്റിംഗ്, ഇങ്ങനെ മൂന്ന് കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. ഓർമ്മ ഉണ്ടാവേണ്ടതാണ്, ഇന്നലെ പറഞ്ഞ സാധനമല്ലേ. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കി, അതിന്റെ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അതിൽ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, മൂന്ന് കാറ്റഗറി അല്ലെങ്കിൽ മൂന്ന് ഹെഡിങ്ങിന്റെ അണ്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ്സിലുള്ള എല്ലാ ട്രാൻസാക്ഷനെയും മാറ്റണം. അതിൽ ആദ്യത്തത് ഓപ്പറേറ്റിംഗ്, രണ്ടാമത്തത് ഇൻവെസ്റ്റിംഗ്, മൂന്നാമത്തത് ഫൈനാൻസിങ്. ജസ്റ്റ് പൊടി തട്ടാൻ വേണ്ടി പറഞ്ഞാണ്. മൂന്നെണ്ണം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. സോ നമ്മളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ക്വസ്റ്റ്യൻ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ പ്രകാരം നമ്മുടെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഡാറ്റ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 80,000 ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് 80,000 ഉണ്ട്. ആൻഡ് കമ്പനിയുടെ ഡിപ്രീസിയേഷൻ 10,000 ഉണ്ട്. ഡിപ്രീസിയേഷൻ 10,000 ഉണ്ട്. ആൻഡ് മ്യൂട്ടാക്കിയാൽ എല്ലാവരും ജോയിൻ ആവുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഇതാണ് ഒരു സൈഡ്. പിന്നെ കുറച്ച് ഡാറ്റയും കൂടി, നമ്മുടെ കമ്പനിയുടെ കുറച്ച് ഡാറ്റയും കൂടി ഉണ്ട്. അതിലൊന്ന് ഇൻക്രീസ് ഇൻ അക്കൗണ്ട്സ് റിസീവബിൾ. എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ആ ടോപ്പിക് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇൻക്രീസ് ഇൻ അക്കൗണ്ട്സ് റിസീവബിൾ 15,000 ആൻഡ് ഡിക്രീസ് ഇൻ ഇൻവെന്ററി. ഇൻവെന്ററിയിലുള്ള ഡിക്രീസ് 5,000. ഇൻക്രീസ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ. അക്കൗണ്ട്സ് പേയബിളിലുള്ള ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12,000. അക്കൗണ്ട്സ് പേയബിളിലുള്ള ഇൻക്രീസ് 12,000.
പിന്നെയും ഡാറ്റ ഉണ്ട് പർച്ചേസ് ഓഫ് എക്യുപ്മെന്റിന്റെ പർച്ചേസ് ഏകദേശം 30,000 equipment purchase and loan received 20,000, dividend paid 10,000. Okay, so ഇത്രയും ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫുൾ ലെങ്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതിന്റെ ബാലൻസ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3 കാറ്റഗറൈസ് ചെയ്യും. നല്ല കുറെ പറഞ്ഞാണ് നമ്മളതൊക്കെ 3 കാറ്റഗറൈസ് ചെയ്യും. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി, ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് വേറൊരു കാറ്റഗറി, ഫൈനാൻസിങ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് വേറൊരു കാറ്റഗറി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ആദ്യം ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാൻ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുമ്പോഴത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ എടുക്കുക അല്ലെ. കമ്പനീന്റെ നെറ്റ് പ്രോഫിറ്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുക. നെറ്റ് പ്രോഫിറ്റ് എത്രയുണ്ട്? 80,000 ഉണ്ട്. സോ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നെറ്റ് പ്രോഫിറ്റിന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യും. നെറ്റ് പ്രോഫിറ്റ് എത്രയുണ്ട്? നെറ്റ് പ്രോഫിറ്റ് പറഞ്ഞ ഓർമ്മയില്ല, ഇന്നലെ ഡിസ്കസ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് നിന്നാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ തുടങ്ങുക. 80,000 അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യും, നോൺ ക്യാഷ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യും. നോൺ ക്യാഷ് എക്സ്പെൻസ് ആയത് അതിൽ ഡിപ്രീസിയേഷൻ. സോ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ആഡ് ബാക്ക് ചെയ്യണം. അതായത് ആഡ് ബാക്ക് ചെയ്യേണ്ടത് ഡിപ്രീസിയേഷൻ എത്രയുണ്ട്? 10,000 ഇല്ല ഡിപ്രീസിയേഷൻ കാണിച്ച്. നോൺ ക്യാഷ് എക്സ്പെൻസ് 10,000 ഡിപ്രീസിയേഷൻ. സോ എത്ര വന്നു? 90,000 കിട്ടി അല്ലെ. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി P&L റിലേറ്റഡ് ഡാറ്റ ഒന്നും ഞാൻ തന്നിട്ടില്ല. അപ്പൊ നെറ്റ് പ്രോഫിറ്റിന്റെ ഡാറ്റ നമ്മൾ എടുത്തു, ഡിപ്രീസിയേഷൻ ഡാറ്റ എടുത്തു. പിന്നെ ഇവിടെ കാണുന്നത് അക്കൗണ്ട്സ് റിസീവബിൾ ഇൻക്രീസ്, അക്കൗണ്ട്സ് ഇൻവെന്ററിയിലെ ഡിക്രീസ്, പേയബിൾ ഇൻക്രീസ്, ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ്, ലോൺ റിസീവ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞാണ് പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ് ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്, ലോൺ റിസീവ്ഡ് ഒരു ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണ്, ഡിവിഡൻഡ് പെയ്ഡ് ഒരു ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണ്. ഇതൊക്കെ അതാണെന്ന് അറിയാം. പിന്നെ ഈ ഒരു പറഞ്ഞ സാധനങ്ങള് റിസീവബിള്, ഇൻവെന്ററി, പേബിൾ, ഇതൊക്കെ ഏതാ? ഇതൊക്കെ കറണ്ട് അസറ്റിന്റെ കാറ്റഗറി പെടുന്ന ആൾക്കാരാണ് അല്ലെ. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ഐറ്റങ്ങളാണ്. അപ്പൊ അതും P&L ഐറ്റം അല്ല, ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. അപ്പൊ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യാത്തൊരു പോർഷൻ ഈ ഒരു സൈഡാണ്. ഇത് നമ്മൾ ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇതെന്താ ആക്ച്വലി? ഈ റിസീവബിളിനും ഇൻവെന്ററിക്കും അക്കൗണ്ട് പേബിളിനൊക്കെ നമ്മൾ പറയുന്ന വേറൊരു പേര് കൂടി ഉണ്ട്. എന്താ പേര് അറിയോ? ആർക്കെങ്കിലും അറിയോ? റിസീവബിളിനെയും ഇൻവെന്ററീസിനെയും അക്കൗണ്ട്സ് പേബിളിനൊക്കെ നമ്മൾ വേറൊരു പേരും കൂടി പറയും. അറിയോ? കറണ്ട് അസറ്റ് എന്ന് പറയും, അതല്ലാതൊരു പേരും കൂടി പറയും. ഓപ്പറേറ്റിംഗ് അസറ്റ്. എന്താ പറഞ്ഞേ? ഓപ്പറേറ്റിംഗ് അസറ്റ്. ഓപ്പറേഷൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ പരിപാടിക്ക് നമ്മളൊരു പരിപാടി പറയും. നമ്മളൊരു കൈൻഡ് ഓഫ് ക്യാപിറ്റലാണ്. ഇവരൊക്കെ ഒരു കൈൻഡ് ഓഫ് ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റലിന് ഒരു പേര് പറയും. എന്താ അറിയോ? നമ്മളെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലുള്ള ക്യാപിറ്റൽ നമ്മൾ എന്താ പറയാ? വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ. യെസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. കേട്ടിട്ടുണ്ടോ? വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ബിസിനസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ക്യാപിറ്റലിനെ നമ്മൾ പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഈ റിസീവബിള്, ഇൻവെന്ററി, പേബിള്, ഇതൊക്കെ എന്താണ്? ബിസിനസിന്റെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമാണ്. കാരണം നമുക്ക് ബിസിനസ് ഡെയിലി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ പേബിൾസിന് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും, റിസീവബിൾ കറക്റ്റ് ടൈമിൽ കിട്ടേണ്ടി വരും, ഇൻവെന്ററീസ് കറക്റ്റ് ടൈമിൽ വാങ്ങലും വിൽക്കലൊക്കെ നടക്കേണ്ടി വരും. സാലറി കൊടുക്കുന്ന എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമാണ്. റെന്റ് കൊടുക്കുന്ന എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമാണ്. അതായത് ബിസിനസ് ഡെയിലി ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടി നമുക്കൊരു ഫണ്ട് വേണ്ടി വരും. അതിനാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയാം. ഇപ്പൊ ചില ബിസിനസ്സുകൾക്കൊന്നും ഉണ്ടാവില്ല, വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഉണ്ടാവില്ല.
അതായത് ഇപ്പൊ ചില ബിസിനസ്സുകൾ കാണാം, വലിയ ബിൽഡിംഗ് വാങ്ങി വെക്കും, വലിയ മെഷീൻ വാങ്ങും, വലിയ പരിപാടികളൊക്കെ ഉണ്ടാവും, നല്ല ഫിക്സഡ് അസറ്റ് ഒക്കെ വലിയ എമൗണ്ടിന്റെ ആവും. പക്ഷെ അവർക്കൊന്നും ഉണ്ടാവില്ല, സാലറി കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, അവരുടെ പേബിൾസിന് പേയ്മെന്റ് ക്ലോസ് ചെയ്യാനുള്ള പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഇൻവെന്ററി പർച്ചേസ് ചെയ്യാനുള്ള പൈസ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അതായത് വലിയ ബിൽഡിംഗ് ഉണ്ടാവും, വലിയ മെഷീൻ ഉണ്ടാവും, വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഡെയിലി ഓപ്പറേഷൻ അവരുടെ കയ്യിൽ എന്തുണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാ? വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഒരു സെപ്പറേറ്റ് ഫണ്ട് തന്നെ വേണം. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിന് എന്ത് വേണം? വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് വേണം. മറ്റേ ഫിക്സഡ് അസറ്റ് പോലത്തെ മെഷീനറി പോലത്തെ ഫണ്ടിന് പുറമെ എന്ത് വേണം? വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് വേണം. അപ്പൊ ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ചലനങ്ങളും അതും എന്തിനെ ബാധിക്കും? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ ബാധിക്കും. അതെങ്ങനെ ബാധിക്കുക? ഒരു ഉദാഹരണത്തിന് റെസ്യൂബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്യൂബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റെസ്യൂബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുക? റെസ്യൂബിൾസ്. ഇതൊരു വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമാണ്. ഓക്കെ, ഇതിലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോയിലും മാറ്റം വരും. എന്താ മാറ്റം വരിക? അപ്പോൾ ഒരു ഉദാഹരണത്തിന് റെസ്യൂബിൾ കൂടി, റെസ്യൂബിൾ കൂടി, റെസ്യൂബിൾ കൂടി എന്ന് പറയുന്നത് അപ്പൊ കഴിഞ്ഞ വർഷം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കിയ സമയത്ത് കഴിഞ്ഞ വർഷം റെസ്യൂബിൾ 100 ആയിരുന്നു. ഈ വർഷം നമ്മൾ നോക്കുമ്പോൾ അതേ കമ്പനിന്റെ റെസ്യൂബിൾ 100 സ്ഥലത്ത് റെസ്യൂബിൾ എത്രയായി മാറി? 200 ആയി. ഓക്കെ, കഴിഞ്ഞ വർഷം 100 ഉണ്ടായിരുന്ന റെസ്യൂബിൾ ഈ വർഷം 200 ആയി. അതായത് പൈസ കിട്ടാനുള്ള പൈസ കൂടുകയാണ് അല്ലെ? കിട്ടാനുള്ള പൈസ കൂടുകയാണ്. റെസ്യൂബിൾ എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള പൈസ എന്നാണ്. കിട്ടാനുള്ള പൈസ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഈ വർഷം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ പൈസ വന്നിട്ടില്ല അല്ലെ? പൈസ എന്ത് ചെയ്തിട്ടില്ല? ഫണ്ട് വന്നിട്ടില്ല. വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ച് മൂലം ഇവിടെ എന്ത് വന്നിട്ടില്ല? ഫണ്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഫണ്ട് ഔട്ട്ഫ്ലോ ആണ്, ഇങ്ങോട്ട് എന്തില്ല? ഫണ്ട് ഇൻഫ്ലോ വന്നിട്ടില്ല എന്നതാണ് അതിന്റെ ഉദ്ദേശം അല്ലെ? ഇനി അതല്ല, പേബിൾ ആണ് വിചാരിച്ചോ, പേബിൾ കൂടി. പേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ള ആൾക്കാർ, പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ളത് നമുക്ക് കൂടാണെന്ന് വിചാരിച്ചോ. കഴിഞ്ഞ വർഷം പേബിൾ 100 ആയിരുന്നു, ഈ വർഷം 200 ആയി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ടില്ല അല്ലെ? കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? അത്രത്തോളം പൈസ നമ്മളെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം പൈസ നമ്മൾ എന്ത് ചെയ്തില്ല? കൊടുക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല. സോ പേബിളും റെസ്യൂബിളും അല്ലെങ്കിൽ ഇൻവെന്ററീസിലും വരുന്ന ചേഞ്ച്, ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ഫ്ലോനെ ബാധിക്കും. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉള്ള സമയത്ത് നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചേഞ്ചസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പരിഗണിക്കണം. ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസും പരിഗണിക്കണം. എന്താ ചേഞ്ചസ് പരിഗണിക്കേണ്ടത്? കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം എത്ര മാറ്റം വന്നു നോക്കുക, അതിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുക, അത്ര മാത്രം ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്തിട്ടുള്ളത്? ആദ്യം ഇൻക്രീസ് ഇൻ അക്കൗണ്ട് റെസീവബിൾ ആണ്. അക്കൗണ്ട്സ് റെസീവബിൾ ഇൻക്രീസ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഫണ്ട് നമ്മൾ കൊടുക്കാനുള്ള കിട്ടാനുള്ള ഫണ്ട് നമുക്ക് എന്ത് ചെയ്തില്ല? കിട്ടിയിട്ടില്ല. കുറച്ചും കൂടി ഫണ്ട് കൂടിയിട്ടുണ്ട്. അതായത് ക്യാഷ് ഫ്ലോ മൈനസിലാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് ഇങ്ങോട്ട് പൈസ വന്നിട്ടില്ല. എത്രയുണ്ട്? -15,000 ഇൻക്രീസ് ഇൻ അക്കൗണ്ട്സ് റെസീവബിൾ -15,000 ആണ്. ഇനി അതിന്റെ തൊട്ട് താഴെ അടുത്ത അക്കൗണ്ട്സ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് മാറ്റം വന്നത്? അതിന്റെ തൊട്ട് താഴെ ഡിക്രീസ് ഇൻ ഇൻവെന്ററി. ഇൻവെന്ററിയിൽ കുറവ് വന്നു. ഡിക്രീസ് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? സാധനം വിറ്റുപോയി എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? സ്റ്റോക്ക് കുറഞ്ഞു. ഡിക്രീസ് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റോക്ക് കുറഞ്ഞു. നമ്മുടെ സാധനങ്ങൾ വിറ്റുപോയതുകൊണ്ടാണോ ഇൻവെന്ററി കുറഞ്ഞത്? അപ്പൊ വിറ്റുപോയപ്പോൾ എന്തുണ്ടാവും? ഫണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ ഡിക്രീസ് ഇൻ ഇൻവെന്ററി 5,000 ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇൻവെന്ററിയിൽ 5,000 രൂപന്റെ ഇൻവെന്ററി ഡിക്രീസ് ആയി എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോയിൽ എന്ത് വരണം? +5,000 വരണം. അതായത് ഫണ്ട് ഇങ്ങോട്ട് എന്ത് ചെയ്തു? 5,000 കൂടി വന്നു. ഇവിടെ കുറെ സംശയങ്ങൾ വരാം. ഇവിടെ വരാവുന്ന ഒരു സംശയം എന്താ? ഡിക്രീസ് ഇൻ ഇൻവെന്ററി 5,000 പ്ലസ് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് ചിലപ്പോൾ ക്യാഷ് കിട്ടിക്കോണമെന്നില്ലല്ലോ. അത് ചിലപ്പോൾ എന്താവാം? സെയിൽസ് അടിച്ച് കുറഞ്ഞതാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാവാം എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ നമ്മൾ നോക്കുന്നത് എന്താ? ക്യാഷിൽ ബാധിച്ചത് എത്രത്തോളം ഉണ്ട്, ക്യാഷുമായി ബന്ധപ്പെട്ട് ഡിക്രീസ് ഇൻ ഇൻവെന്ററി എത്ര സംഭവിച്ചിട്ടുണ്ട്, അത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ എടുക്കുന്നത്. ഇപ്പൊ ഡിക്രീസ് ഇൻ ഇൻവെന്ററി നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ഇനി അതേപോലെ തന്നെ ഇൻക്രീസ് ഇൻ പേബിൾ ഉണ്ട്. ഇൻക്രീസ് ഇൻ പേബിൾ നമ്മൾ കൊടുക്കാനുള്ള പൈസ എന്ത് ചെയ്തു? കൂടി. കൊടുക്കാനുള്ള പൈസ കൂടി എന്ന് പറഞ്ഞാൽ അത്രത്തോളം പൈസ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അതെന്താണ്? ഇത് മൈനസ് അല്ല, ഇത് പ്ലസ് ആട്ടോ. ഡിക്രീസ് ഇൻ ഇൻവെന്ററി പറഞ്ഞാൽ ഫണ്ട് ഇങ്ങോട്ട് വന്ന പോലെയാണ്. സോ ഇത് പ്ലസ് ആണ്. ആൻഡ് കൊടുക്കാനുള്ള പൈസ കൂടി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയും നമ്മുടെ കയ്യിൽ പൈസ കൂടി എന്നാണ് അതിന്റെ അർത്ഥം. സോ
12,000 പ്ലസ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ വർക്കിംഗ്സ് ചെയ്യുന്ന സമയത്തൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവബിളില്, പേയബിളില്, ഇൻവെന്ററീസിൽ ഇതിൽ ഏതെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലസോ മൈനസോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാഷിനെ ബാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അതും കൂടി നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്ന സമയത്ത് പരിഗണിക്കണം. ഓക്കെ, സോ ഇവിടെ മൈനസ് എത്ര ഉണ്ട്? 5,000 മൈനസ് ആണ്, 15,000 മൈനസ് ആണ്, 5,000 പ്ലസ് ആണ്. അപ്പൊ എത്രയായി? 10 ആയി അല്ലേ? 10 മൈനസ് ആയി. 10 മൈനസിലേക്ക് പ്ലസ് 12 എന്ന് പറയുമ്പോൾ 10 മൈനസ് അല്ലല്ലോ, 10 മൈനസ് പ്ലസ് പറയുമ്പോൾ 2 വരും അല്ലെ? 2,000 വരും. നെറ്റ് 2,000 അല്ലേ വരും ഇവിടെ അല്ലെ? 2,000 അല്ലേ നെറ്റ് ഉണ്ടാവുള്ളൂ. ഓൾറെഡി നമ്മൾ എത്ര കണ്ടുപിടിച്ചിട്ടുണ്ട്? 90,000 കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചാണ്. നെറ്റ് പ്രോഫിറ്റ് എടുത്തു, ആ നെറ്റ് പ്രോഫിറ്റിലേക്ക് ഡിപ്രീസിയേഷൻ കൂടി. സോ 90,000 ക്യാഷ് ഫ്ലോ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആ 90,000ലേക്ക് നമ്മൾ എന്തും കൂടി കൂട്ടുക? 2,000 കൂടി കൂട്ടുക. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചതിൽ നിന്ന് എക്സ്ട്രാ പഠിക്കാനുള്ള ഒരേ ഒരാൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചേഞ്ച് വന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് റെസീവബിള്, അക്കൗണ്ട്സ് പേയബിള്, ഇൻവെന്ററീസ് ഇതില് പ്ലസ് ഓർ മൈനസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പ്ലസ് ഓർ മൈനസ് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിന് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. കഴിഞ്ഞ വർഷം 5,000 ഉണ്ടായത് ഈ വർഷം 10,000 ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടിയതാണോ കുറഞ്ഞതാണോ നോക്കുക. എന്നിട്ട് ഏതാ ആള് നോക്കുക? അക്കൗണ്ട്സ് റെസീവബിൾ കൂടുക എന്ന് പറയുന്നത് എന്താ? അക്കൗണ്ട്സ് റെസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരാണ്. കഴിഞ്ഞ വർഷം പൈസ തരാൻ 5,000 ഉണ്ടായിരുന്നത്, അതായത് കഴിഞ്ഞ വർഷം നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസ 5,000 ആയിരുന്നു. പക്ഷെ ഈ വർഷം എത്രയായി? 10,000 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താ? 5,000 രൂപയും കൂടി നമുക്ക് എന്താണ്? ഫണ്ട് ബ്ലോക്ക്ഡ് ആണ്, അല്ലെങ്കിൽ ഫണ്ട് മൈനസ് ആണ്, കിട്ടിയിട്ടില്ല അല്ലെ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ മൈനസ് ആയിട്ട് കാണിച്ചു. സോ അക്കൗണ്ട്സ് റെസീവബിൾ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് പോവാണ്. ഇനി അക്കൗണ്ട്സ് റെസീവബിൾ കുറയാ പറഞ്ഞു കഴിഞ്ഞാലോ, അതായത് കഴിഞ്ഞ വർഷം 10,000 ആയിരുന്നു എന്റെ അക്കൗണ്ട്സ് റെസീവബിൾ. കഴിഞ്ഞ വർഷം കിട്ടാനുള്ള പൈസ 10,000 ആയിരുന്നു. ഈ വർഷം ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് 10,000 ഉള്ള അക്കൗണ്ട് റെസീവബിൾ എത്രയായി മാറി? 5,000 ആയി മാറി. അതായത് അക്കൗണ്ട്സ് റെസീവബിൾ കുറഞ്ഞു. അക്കൗണ്ട്സ് റെസീവബിൾ കുറയാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? നമുക്ക് പൈസ ഇങ്ങോട്ട് വന്നു അല്ലെ? ഫണ്ട് ബിസിനസ്സിലേക്ക് വന്നു. കാരണം കിട്ടാനുള്ള പൈസ കുറഞ്ഞു വരിക പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് പൈസ കിട്ടുന്നുണ്ടെന്നല്ലേ? സോ അപ്പൊ അതെന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് കഴിഞ്ഞ വർഷം 20,000 ഉണ്ടായിരുന്നു നമ്മുടെ കമ്പനിയിൽ. 20,000 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക്. ഈ വർഷം 20,000 ഉള്ള സ്റ്റോക്ക് 10,000 ആയി. അതായത് 10,000 സ്റ്റോക്ക് എന്ത് ചെയ്തു? കുറഞ്ഞു. 10,000 സ്റ്റോക്ക് കുറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? 10,000 രൂപന്റെ സ്റ്റോക്ക് നമുക്ക് സെയിൽ പോയി, 10,000 രൂപന്റെ ക്യാഷ് നമുക്ക് വന്നു എന്ന പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ഇതൊക്കെ ക്യാഷുമായി ബന്ധപ്പെട്ടതാണെങ്കിലാണ് എടുക്കേണ്ടത്. ഓക്കെ, സോ 10,000 സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്തു? ക്യാഷ് കയറി എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് കാണിച്ചു. ഇനി നേരെ മറിച്ച് ഇൻവെന്ററി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. അതുകൊണ്ട് മൈനസ് ആയി കാണിക്കുന്നു. ഇനി അതേപോലെ തന്നെ പേയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൊടുക്കാൻ പൈസ ഉള്ള ആൾക്കാർ, നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാർ. ആ പേയബിൾ കൂടുകയെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ വർഷം 5,000 ആയിരുന്നു നമ്മുടെ പേയബിൾ, ഈ വർഷം 10,000 ആയി. അതായത് പേയബിൾ കൂടി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം 5,000 കൊടുക്കാനുള്ള സ്ഥാനത്ത് ഈ വർഷം 10,000 കൊടുക്കാനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 കൂടി എന്ത് ചെയ്യണേ? എന്റെ കയ്യിൽ തന്നെ ഫണ്ട് നിൽക്കുകയാണ്, പുറത്ത് പോയിട്ടില്ല അല്ലെ? ഫണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ക്യാഷ് കുറയല്ലേ ചെയ്യാം, പേയബിൾ കുറയല്ലേ ചെയ്യാം. പക്ഷെ ഇവിടെ പേയബിൾ കൂടുകയാണ്. പേയബിൾ കൂടുക പറഞ്ഞാൽ എന്താ? പുറത്തോട്ട് പൈസ പോയിട്ടില്ല. ഓക്കെ, ഇനി പേയബിൾ കുറയുകയാണെങ്കിലോ, പേയബിൾ കുറയുകയാണെങ്കിലോ, ഡിക്രീസ് ഇൻ പേയബിൾ ആണെന്നുണ്ടെങ്കിലോ, ഡിക്രീസ് ഇൻ പേയബിൾ പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ വർഷം ഞാൻ 20,000 ആയിരുന്നു കമ്പനിക്ക് പേയബിൾ ഉണ്ടായിരുന്നത്. ആ 20,000 ഉണ്ടായിരുന്ന പേയബിൾ ഈ വർഷം 10,000 ആയി ചുരുങ്ങി എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? 10,000 പേയബിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? 10,000 പേയബിൾ ക്യാഷ് പേയ്മെന്റ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? പേയബിൾ കാരണം എന്ത് ചെയ്യും? ക്യാഷ് ഫ്ലോയില് മൈനസ് വരും. സോ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കിംഗ് ക്യാപിറ്റലിനെ അതിങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ ഇൻക്രീസ് ഇൻ റെസീവബിൾ ആണെങ്കിൽ മൈനസ് ചെയ്യണം, ഡിക്രീസ് ഇൻ ഇതാണെങ്കിൽ അങ്ങനെ ആലോചിച്ച് നോക്കും. അങ്ങനെ ആലോചിക്കുന്നതിനേക്കാളും ബെറ്റർ എന്താണ്? ഇങ്ങനെ ലോജിക്കലി ആലോചിക്കണം. റെസീവബിൾ ആണോ, പേയബിൾ ആണോ, ഇൻവെന്ററി ആണോ നോക്കുക. അത് കൂടുകയാണോ കുറയാണോ നോക്കുക. കൂടുകയാണെങ്കിൽ കമ്പനിയിൽ ഫണ്ട് നിൽക്കാനാണോ സാധ്യത, കുറയാണെങ്കിൽ കമ്പനിയിൽ ഫണ്ട് നിൽക്കുകയാണോ, അല്ലെങ്കിൽ കമ്പനിക്ക് പുറത്തു പോകുകയാണെന്നുള്ള എന്ത് ചെയ്യുക? ആലോചിക്കുക. അതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുക? പ്ലസ് ഓർ മൈനസ് തീരുമാനിക്കുക. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കിംഗ് ഫ്ലോ, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അഡീഷണലി ഈ ഒരു സാധനം കൂടി കാണിക്കണം. ഇത് നമ്മൾ ഇന്നലെ ചെയ്യാത്തതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതായിരുന്നു വർക്കിംഗ് ക്യാപിറ്റലിലുള്ള ചേഞ്ച്. ഓക്കെ, സോ ഈ ഒരു സൈഡും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോന്റെ ഈ രണ്ട് സൈഡ് ഡിസ്കസ് ചെയ്തു. ഇതും ഡിസ്കസ് ചെയ്തു, ഇതും ഡിസ്കസ് ചെയ്തു. ഇനി ഇതിലുള്ളത് ബാക്കിയൊക്കെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയും ഫൈനാൻസിങ് ആക്ടിവിറ്റിയാണ്. ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഏതൊക്കെയുള്ളത്? ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ് ഉണ്ട് 30,000. ഇതെന്താ? ഇതൊരു
ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ് അല്ലേ. ആൻഡ് ലോൺ റിസീവ്ഡ് ഇതെന്താ ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണ്. ഡിവിഡൻഡ് പെയ്ഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണ്. പിന്നെ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എത്ര എന്നുള്ളത് നമുക്ക് കിട്ടി. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എത്ര വരിക, 90 + 2000. അതായത് ഇവിടുത്തെ 90യും ഈ 90യും ഈ 2000. സോ 92,000 ആണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്നുള്ളത് കിട്ടുക. ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോന്റെ ഭാഗമായിട്ടാണ് കാണിക്കേണ്ടത്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റലിലുള്ള ചേഞ്ചിനെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോന്റെ ഭാഗമായിട്ടാണ് കാണിക്കേണ്ടത്. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോന്റെ ഭാഗമായിട്ടാണ് കാണിക്കേണ്ടത്. ഇനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ള ക്യാഷ് ഫ്ലോ എന്താ, ആദ്യത്തത് പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന്റെ പർച്ചേസ് എത്രയുള്ളത്, ഇവിടെ 30,000 ആണ് കാണിച്ചിട്ടുള്ളത്. 30,000 നമ്മൾ പർച്ചേസ് ചെയ്യാണ്. സോ മൈനസ് ആയിരിക്കും. സോ നെഗറ്റീവ് ആണ് ഇത് വരിക. ഇനി ഫൈനാൻസിങ് ആക്ടിവിറ്റി, പിന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, പിന്നെ ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണ് കൊടുത്തിട്ടുള്ളത്. ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി രണ്ട് ആക്ടിവിറ്റിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ലോൺ കിട്ടിയതും മറ്റേത് ഡിവിഡൻഡ് പേയ്മെന്റും അല്ലേ. ലോൺ കിട്ടിയതെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുള്ളത് 20,000 ആയിരിക്കും. ലോൺ റിസീവ്ഡ് 20,000 ആയിരിക്കും. അത് പ്ലസ് ആയിരിക്കും, കാരണം ലോൺ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ്. ഫണ്ട് പ്ലസ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, പ്ലസ് ആയിട്ടാണ് കാണിക്കേണ്ടത്. ആൻഡ് ഡിവിഡൻഡ് പെയ്ഡ് ആണ് പിന്നെ ഉള്ളത്. ഡിവിഡൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ പുറത്തോട്ട് പോകുന്ന പൈസയാണ്. സോ മൈനസ് ആണ് വരിക. ഡിവിഡൻഡ് പെയ്ഡ് 10,000 ആണ് അവിടെ കൊടുത്തിട്ടുണ്ടാവുക. സോ അത് മൈനസ് ആണ് വരിക, 10,000 മൈനസ്. സോ നെറ്റ് എത്ര വരും, 20 - 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000. സോ 3 ആക്ടിവിറ്റീസിന്റെയും ഫണ്ട് നമുക്ക് കിട്ടി അല്ലെ. ആദ്യം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിന്റെ ഫണ്ട് കിട്ടി. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 92,000 ആണ്. പിന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ള ക്യാഷ് ഫ്ലോ കിട്ടി, അത് -30,000 ആണ്. പിന്നെ ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്നുള്ള ക്യാഷ് ഫ്ലോ കിട്ടി. ഫൈനാൻസിങ് ക്യാഷ് ഫ്ലോ എന്നുള്ള നെറ്റ് ക്യാഷ് ഫ്ലോ എത്ര വന്നത്, 10,000. ഇതൊക്കെ നെറ്റാണ് കേട്ടോ, നെറ്റാണ്. അതായത് ഫണ്ട് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ കഴിഞ്ഞിട്ടുള്ള നെറ്റ് വാല്യൂ ആണ് വരിക. ഓക്കെ, 10,000 ആണ് നെറ്റ് വാല്യൂ, 10,000. സോ ബാലൻസ് എത്ര വേണം, 92,000 -30,000 + 10,000 എന്ന് പറഞ്ഞാൽ 72,000 ആണ് നമ്മുടെ ടോട്ടൽ നെറ്റ് ക്യാഷ് ഫ്ലോ. ഈ വർഷത്തെ നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 72,000 ആണ് ഉണ്ടാവുക. ഓക്കെ, സോ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചേഞ്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറഞ്ഞുള്ള ആ ഒരു സൈഡും കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ഈ ഒരു സൈഡ് പറഞ്ഞത്. നമുക്കൊന്ന് ഇവിടുത്തെ കേസിലൊന്നും കൂടി പോയി നോക്കിയിട്ട് വരാം. ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. കണ്ടോ, ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നോക്ക്. ഇൻവെന്ററിയിൽ വന്ന ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ട്രേഡ് റെസ്യൂബിൾ വന്നത്. പിന്നെ ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ചും കൂടി അഡീഷണൽ ഉണ്ടാവും. ഡ്യൂ ഫ്രം ഗവൺമെന്റും അതർ അസറ്റ്സ് ആൻഡ് റെസ്യൂബിൾ, ട്രേഡ് പേയബിൾ, റോയാലിറ്റീസ് പേയബിൾ. ഇവർക്ക് ഇതിനെ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കാണുന്നുണ്ട്. കാരണം റോയാലിറ്റീസ് ഒക്കെ ഒരു ഓയിൽ കമ്പനി ആകുമ്പോൾ റോയാലിറ്റീസ് ഒക്കെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ പാർട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് വെച്ചിട്ടുണ്ട്, അതിലുള്ള ചേഞ്ചസും അവർ എന്തിന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്, നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അവർ കുറച്ചും കൂടി പേയബിൾസും റെസ്യൂബിൾസ് എടുത്തിട്ടുണ്ട്. അതർ അസറ്റ്സ് ആൻഡ് റെസ്യൂബിൾസ്, പ്രൊവിഷൻസ് ആൻഡ് അതർ ലയബിലിറ്റീസ്, പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, ഇതൊക്കെ ലയബിലിറ്റീസിൽ പെടുന്നതാണ്. സെറ്റിൽമെന്റ് ഓഫ് ഇൻകം, സക്കാത്ത്, ടാക്സ്, അതും ലയബിലിറ്റീസ് പെട്ടാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള ചില ലയബിലിറ്റീസിനെയും ക്യാഷ് ഫ്ലോന്റെ ഭാഗമായിട്ട് കൂട്ടാം. മേജർലി നിങ്ങൾ കൂട്ടേണ്ടത് ഏതാണ്, വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് മേജർ കൂട്ടേണ്ടത് ഇൻവെന്ററീസ്, ട്രേഡ് റെസ്യൂബിൾസ്, ട്രേഡ് പേയബിൾസ്. ഈ മൂന്നെണ്ണമാണ് മേജർലി കൂട്ടേണ്ടത്. പിന്നെ ചില കമ്പനി ടു കമ്പനി എന്ത് ചെയ്യും, വർക്കിംഗ് ക്യാപിറ്റലിന്റെ പാർട്ടിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ചില കമ്പനി ചിലതിനെ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കൂട്ടും, ചില ആൾക്കാർ ചിലതിനെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് കൂട്ടില്ല. ആ കമ്പനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നത്, ആ കമ്പനിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടന്റ് ആയി നിൽക്കുന്നത് അവരെന്ത് ചെയ്യും, അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് തന്നെ കൂട്ടും. അപ്പൊ അതിൽ വരുന്ന ചേഞ്ചസും നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാഷ് ഫ്ലോന്റെ ഭാഗമായിട്ട് കാണിക്കണം. അത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോന്റെ ഭാഗമായിട്ടാണ് കാണിക്കേണ്ടി വരിക. ഈ ഒരു സൈഡും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ബാക്കിയൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞത് തന്നെ. ഓക്കെ, സോ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ തുടങ്ങേണ്ടത് നെറ്റ് പ്രോഫിറ്റും എന്നാണ്, ഓർമ്മ വേണം. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാൻ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ തുടങ്ങാൻ. അതിലേക്ക് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോൺ ക്യാഷ് എക്സ്പെൻസുകളൊക്കെ ആഡ് ബാക്ക് ചെയ്യുക. നോൺ ക്യാഷ് എക്സ്പെൻസ് ഇപ്പോൾ ഡിപ്രീസിയേഷൻ മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. വേറെയും ചില നോൺ ക്യാഷ് എക്സ്പെൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അമോർട്ടൈസേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്, ഡിപ്രീസിയേഷൻ പോലെ തന്നെ. അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ബാക്ക് ചെയ്യാം. അപ്പൊ നോൺ ക്യാഷ് എക്സ്പെൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക,
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള ക്യാഷ് റിലേറ്റഡ് പ്രോഫിറ്റിലേക്ക് എത്തുക. ഇപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിലേക്ക് നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ കൂട്ടിയപ്പോൾ നമുക്ക് ശരിക്കും കിട്ടിയത് എന്താ? ക്യാഷ് പ്രോഫിറ്റ് ആണ് കിട്ടിയത്, ക്യാഷിന്റെ പ്രോഫിറ്റാണ് കിട്ടിയത്. അതിലേക്ക് പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റും കൂടി വരുത്തുക. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെന്റും കൂടി വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്നതാണ് എന്ത്? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. പിന്നെ ബാക്കി രണ്ട് ആക്ടിവിറ്റി ഞാൻ പറഞ്ഞില്ല. ബാക്കി രണ്ട് ആക്ടിവിറ്റിയും വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയും ഫൈനാൻസിങ് ആക്ടിവിറ്റിയും വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. നമുക്ക് ആക്ടിവിറ്റി തരം തിരിക്കാൻ പറ്റിയാൽ മതി. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഏതാ, ഫൈനാൻസിങ് ആക്ടിവിറ്റി ഏതാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈസിയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ് ക്യാഷ് ഫ്ലോ എത്രയെന്നുള്ളത് കിട്ടും. ഓക്കെ, ക്യാഷ് ഫ്ലോ ഒരുവിധം ഓക്കെ ആയോ? കിട്ടിയോ? ഈ പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ് ഇല്ലേ, അത് നമ്മൾ കടത്തിനാണ് വാങ്ങിയതെങ്കിലോ? കടത്തുന്ന വാങ്ങി കാണിക്കണ്ട, ക്യാഷ് ഫ്ലോ ക്യാഷുള്ളത് മാത്രം കാണിച്ചാൽ മതി. കടത്തിനാണ് വാങ്ങിയതെന്ന് നമ്മൾ പിന്നെ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ പേബിൾ ആയിട്ടുണ്ടോ, അല്ല പേബിൾ ആയിട്ട് കാണുമല്ലേ, അപ്പൊ അത് നമ്മൾ എഴുതണ്ട. അല്ല, അതിവിടെ ബാധിക്കും. പേബിൾ ക്യാഷ് ഫ്ലോയിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം കാണിച്ചാൽ മതി, അല്ലാതെ കാണിക്കണ്ട. അതായത് പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ് ബാലൻസ് ഷീറ്റില് പിന്നെ ഉണ്ടെങ്കിലും പേബിൾ അത് മൈനസ് ആവുമല്ലേ? പേബിൾ നമ്മൾ കൊടുക്കാണ്ടുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ ഇവിടെ മൈനസ് ചെയ്യുന്നുണ്ടല്ലോ. ആ പേബിൾ മാത്രം ഫുൾ മൈനസ് ചെയ്യണമെന്നില്ല. ആ പേബിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ പേബിൾ ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ പർച്ചേസ് അതായത് ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങി, പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ്, ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്തു. അപ്പൊ അതിന് ആ കമ്പനിക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടില്ല. അപ്പോഴത്തേക്കും ഇവിടെ 30,000 പോയതായിട്ടല്ലേ കാണിക്കുന്നത്, മറ്റേടത്ത് നമ്മൾ കൊടുക്കാനുള്ളതായിട്ടും കാണിക്കൂലേ? അപ്പൊ അത് വ്യത്യാസം വരത്തില്ലേ? ഇവിടെ നമ്മൾ ക്യാഷിൽ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കാണിച്ചാൽ മതി. ക്യാഷിൽ എഫക്ട്, അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ക്യാഷ് എഫക്ട് ചെയ്യുന്നുണ്ടെന്ന്? അത് നമുക്കിപ്പോ പർച്ചേസ് ചെയ്തത് ക്യാഷിനാണ് പേയ്മെന്റ് നടത്തിയെന്ന് നമുക്ക് അറിയാൻ പറ്റൂലേ? ക്യാഷ് ബുക്ക് എടുത്താലും മനസ്സിലാവില്ലേ? എക്യുപ്മെന്റ് ക്യാഷ് ബുക്ക് എടുത്താൽ മനസ്സിലാവും. ഇത് ഇത് ഒരുപാടുണ്ടാവൂലേ, അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ക്യാഷ് ബുക്ക് എടുത്ത് നോക്കി മനസ്സിലാക്കണം. ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിലത് സൈഡിലേക്ക് അവിടെ പോയി നോക്കേണ്ടി വരും, എന്താ കിട്ടൂല. ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നതാ, ഏ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നു അത് ആ കാര്യം. ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്നതോ? ആ ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ കേസിൽ നല്ല ഡിഫിക്കൽട്ടി തോന്നുന്നുണ്ട്. ആ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതും തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അതിനകത്ത് ഇപ്പൊ ഡിപ്രീസിയേഷൻ മാത്രമേ നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുള്ളൂ, വേറെയും നോൺ ക്യാഷ് എക്സ്പെൻസസ് ഉണ്ടാവും. വേറെ നോൺ ക്യാഷ് എക്സ്പെൻസ് ഇപ്പൊ ഏതാ? ഒന്ന് അമോർട്ടൈസേഷൻ ആണ് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ്. പിന്നെ ഇപ്പൊ നോൺ ക്യാഷ് എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോൺ ക്യാഷ് എക്സ്പെൻസ് നമ്മൾ പഠിക്കാത്തൊരു സാധനമാണ്. അതായത് ഈ എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്, പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റുമായി ബന്ധപ്പെട്ട് നോൺ ക്യാഷ് എക്സ്പെൻസ് ഉണ്ട്. അതുപോലെ ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതിന്റെ ഇമ്പയർമെന്റ് ലോസ്. പിന്നെ അതുപോലെ നമ്മൾ ഈ പ്രൊവിഷൻ കാണില്ലേ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, ഡെപ്റ്റിന് നമ്മൾ പ്രൊവിഷൻ കാണുന്നത്, ഇതൊക്കെ നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഇതൊക്കെ P&L ഉണ്ടാവും, പക്ഷെ നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അങ്ങനത്തെ കുറച്ച് നമ്മളൊരു സാലറി എക്സ്പെൻസ് ഉണ്ട്, നമ്മൾ സാലറി എക്സ്പെൻസിൽ സാലറി കാണിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളത് സാലറി കൊടുത്തിട്ടില്ലെങ്കിലോ? അത് അങ്ങനെ പരിഗണിക്കരുത്. സാലറി എക്സ്പെൻസ് ഇവിടെ നമ്മൾ എടുക്കുന്നത് സാലറി കൊടുത്തോ കൊടുത്തില്ല എന്നുള്ളതൊന്നും നോക്കണില്ല. ഇവിടെ നമ്മൾ നോൺ ക്യാഷ് ആണെങ്കിൽ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. കൊടുത്തോ കൊടുത്തില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കണില്ല. അതിനാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഇവിടെ പരിഗണിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ അത് ആലോചിക്കുക വേണ്ട. ഫസ്റ്റ് സൈഡ് കാണിക്കുമ്പോൾ ഫസ്റ്റ് ഈ P&L എന്ന് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ സൈഡ് ആലോചിക്കുമ്പോൾ അവിടെ ക്യാഷ് കൊടുത്തോ കൊടുത്തില്ല എന്നുള്ളത് നോക്കണ്ട. മനസ്സിലായോ? ഓക്കെ, അവിടെ നിങ്ങൾ എത്ര നിങ്ങളെ സാലറി എല്ലാ എക്സ്പെൻസുകളും ക്യാഷ് കൊടുത്തതായിട്ട് തന്നെ നമ്മൾ വിചാരിച്ച് എഴുതിയാൽ മതി. അതിൽ നോൺ ക്യാഷ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ആഡ് ബാക്ക് ചെയ്യാം. നോൺ ക്യാഷ് ആണെങ്കിൽ മാത്രം, അതായത് ഡിപ്രീസിയേഷൻ പോലെ നോൺ ക്യാഷ് എക്സ്പെൻസ് അതിന്റെ ക്യാഷ് കൊടുത്തോ ഇല്ല എന്നുള്ളതല്ല ചോദ്യം. ക്യാഷ് കൊടുത്തുള്ളത് വെച്ചാണ് ചെയ്യണം. നമ്മൾ ഡയറക്റ്റ് ഇത് ഉണ്ടാക്കുന്ന പോലെ അല്ലേ, ഡയറക്റ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്ന പോലെ അല്ലേ? ഇത് നമ്മൾ ഇൻഡയറക്റ്റ് താഴോട്ട് വന്നിട്ട് മറ്റേ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലുള്ള ആ സാധനം പർച്ചേസ് ചെയ്തില്ലേ, അതിനകത്ത് എനിക്ക് സംശയം, അതോട് കറക്റ്റ് ആയിട്ട് കത്തിയിട്ടില്ല. കാരണം 15,000 നമ്മൾ അല്ല 30,000 സാധനം പർച്ചേസ് ചെയ്തു, നമ്മളത് പിന്നെ ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ അതപ്പം ക്യാഷ് പോയിട്ടില്ലല്ലോ നമ്മുടെ ഇല്ല. പക്ഷെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ വരുന്ന ചേഞ്ചസ് ഇവിടെ പരിഗണിക്കണില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. വർക്കിംഗ് ക്യാപിറ്റലിൽ പേയബിൾ ഉണ്ട്, പേയബിൾ നമ്മൾ ഇവിടെ പരിഗണിക്കുന്നില്ലേ? അപ്പൊ അതിന്റെ വ്യത്യാസം ഇപ്പൊ 30,000 ഇവിടെ മൈനസ് ആണെങ്കിൽ അവിടെ 30,000 പ്ലസ് ആയിരിക്കും. അത് ചേഞ്ച് ചെയ്ത് വരും. നമ്മൾ ക്യാഷ് പോയെങ്കിൽ മാത്രമേ വരുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ.
അതെ, പേയബിൾ 12,000 പ്ലസ് അവിടെ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അത് ഞാൻ ഇതിനെ കുറിച്ചല്ല, ഈ ക്വസ്റ്റ്യനിലുള്ള വിടി, ഈ ക്വസ്റ്റ്യനിൽ ചേഞ്ചസ് 12,000 വിടി. ഇത് നിങ്ങൾ പരിഗണിക്കണം എന്താ, പർച്ചേസ് ഓഫ് എക്യുപ്മെന്റിന് 30,000 ഞാൻ പേയ്മെന്റ് കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? അല്ലേ? അതെ അങ്ങനെയല്ലേ? ഞാൻ അതെ അതെ കൊടുത്തിട്ടുണ്ട്, അതെ. ഈ 30,000 ഞാൻ ക്യാഷ് കൊടുത്തതാണ്. ഈ പേയബിൾ 12,000 വേറെ എന്തിന്റെയോ 12,000 ചേഞ്ച് വന്നതാണ്. അങ്ങനെ ഒന്നൂടെ അതായിരിക്കാം. പക്ഷെ ഇവിടെ ക്യാഷ് കൊടുത്തിട്ടില്ല എന്ന് വെച്ചോ, കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ആ അത് കയറും, കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ പേയബിൾ അതും കൂടി വരും. അപ്പൊ നെറ്റ് ബാലൻസ് ആയി പേയബിൾ പോലെ, അതും കൂടെ വരും. അപ്പൊ ആ നെറ്റ് ബാലൻസ് ആയി പോലെ, കുഴപ്പമില്ലല്ലോ. അവൻ നെറ്റ് ബാലൻസ്. അതെ അതെ. അപ്പൊ ശരിക്കും നമുക്ക് നെറ്റ് സം ചെയ്ത് വരുമ്പോ ക്യാഷിലുള്ളത് ഇതിങ്ങനെ മാത്രമേ. ഇതിങ്ങനെ ചെയ്തു തരുമ്പോ നമ്മുടെ കയ്യിൽ ബാങ്കിൽ ഒരു പിന്നെ ഇപ്പൊ നമ്മൾ എത്ര നമുക്ക് കിട്ടിയത് നെറ്റ് ഫ്ലോ 72,000, ബാങ്കിൽ ഒരു 70,000 ക്യാഷ് ആയിട്ട് ഒരു 2,000 ഉണ്ടാവും, ഉറപ്പായിട്ടും ആ 72,000 ഉണ്ടാവും. ആ ഉണ്ടാവും. പക്ഷെ അതിനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് നോക്കാൻ പറ്റുമോ? റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് ഏതെങ്കിലും ഒരു ബാലൻസ് ഷീറ്റ് എടുത്ത് ചെയ്യേണ്ടി ഒരു വരും. പി ആൻഡ് എല്ലും ഒരു ബാലൻസ് ഷീറ്റും വെച്ചിട്ട് അത് ഉം. ഒരുപാടുള്ളതൊന്നും വേണ്ട, ചെറുത് മതി. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഉണ്ടായിരിക്കും നമ്മളെ കയ്യിൽ ക്യാഷ് ഇത്രയാണുള്ളത്, അതിലേക്ക് നമ്മൾ എത്തണം. ഇപ്പൊ ക്യാഷ് നമുക്ക് 72,000 നമ്മളെ കയ്യിൽ. നമുക്ക് അങ്ങനെ ഒരു റിയൽ ലൈഫ് ഒരു ക്വസ്റ്റ്യൻ, ഒരു ഏതെങ്കിലും ഒരു ബാലൻസ് ഷീറ്റ് ഞാൻ നാളെ ഒരു ബാലൻസ് ഷീറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ. ഇപ്പൊ പുള്ളി പറഞ്ഞതുപോലെ ആണെങ്കിൽ, അതായത് ഇപ്പൊ ക്രെഡിറ്റിൽ മേടിച്ച എക്യുപ്മെന്റ് ആണെങ്കിൽ അത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ക്രെഡിറ്റിൽ മേടിച്ചതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും കാണിക്കണം, എന്നാലേ അത് ബാലൻസ് ആയി പോവുള്ളൂ. മനസ്സിലായോ? വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് നമ്മൾ പേയബിൾ റെസീവബിൾ കാരണം നമ്മൾ പേയബിൾ കാണിക്കുന്നുണ്ടല്ലോ, പേയബിൾ കാണിക്കുമ്പോൾ നമ്മൾ അതും കാണിക്കണം. കാരണം പേയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ളതല്ലേ. നമ്മൾ അപ്പൊ ഇവിടെ അത് അപ്പൊ നമ്മൾ വാങ്ങിയത് ക്രെഡിറ്റ് ആണെങ്കിൽ അതും കാണിക്കണം. ഇപ്പൊ മനസ്സിലായത് അതങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ആവും. മൂപ്പർക്ക് മനസ്സിലായില്ല. മനസ്സിലായോ? കിട്ടിയോ? ഇല്ല. അതായത് ആ ഞാൻ പറയാം, വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾക്ക് വന്ന പേയബിൾസും റെസീവബിൾസിലൊക്കെ വന്നതുണ്ടാവും. ഇപ്പൊ ഇവിടെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല, ക്രെഡിറ്റിലാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മളിത് പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ ആ സാധനം എത്രയാണോ കൊടുക്കാനുള്ളത് അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ തന്നെ കയറി വരും. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ വരാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യനിൽ 30,000 ഞാൻ ക്യാഷിന് കൊടുത്തു വാങ്ങിയതാണ്. ഓക്കെ, ഈ 12,000 അതില്ല, ഈ 12,000 കൊടുക്കാനുള്ള പൈസ പോലെ ഇല്ല. ഇനി എനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവിടെ എന്ത് ചെയ്യും? പ്ലസ് ആയി വരും, പ്ലസ് 30,000 ആയി വരും. അപ്പൊ ഇവിടെ പ്ലസ് 30,000 മൈനസ് 30,000 എന്തായി? ബാലൻസ് ആയി പോയിക്കോളും. നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ക്യാഷിനെ ബാധിക്കൂല. ഓക്കെ, മനസ്സിലായോ? ക്രെഡിറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ എന്താവും? സെറ്റ് ഓഫ് ആയി പോകും. പക്ഷെ നമ്മൾ ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കാണാനും പറ്റും. എന്ത്? പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ് വന്നിട്ടുണ്ട്, 30,000 എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ പേബിളിൽ കൂടിയും കെടുക്കുന്നുണ്ടാവും. സോ ഇറ്റ് വിൽ ബാലൻസ്. മനസ്സിലായോ? ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ അത് ബാലൻസ് ആയി പോകും. പക്ഷെ എന്ത് കാണിക്കണം? നിങ്ങൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചേഞ്ചസ് അതിൽ കാണിക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്നുള്ള ഈ ഹെഡ് നിർബന്ധമായിട്ടും കാണിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഓക്കെ, നമുക്ക് നാളെ ഒരു റിയൽ ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കാം. അപ്പൊ എന്താ ചെയ്യാൻ? ഓക്കെ, ഈ ക്യാഷ് ഓർ ബാങ്ക് റൈറ്റ്, ഷാജി. ക്യാഷും ബാങ്കിന്റെയും ബാലൻസ് കറക്റ്റ് കിട്ടും. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷിന്റെ ബാങ്കില് ബാലൻസ്, ബാങ്കിന്റെ ബാലൻസ് എന്നില്ല. ക്യാഷ് നമ്മളെ കയ്യിൽ വന്നതും ആവാം, ബാങ്കിക്ക് വന്നതും ആവാം, രണ്ടും നമ്മളിവിടെ പരിഗണിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ലോൺ റിസീവ്ഡ്, ലോൺ കിട്ടിയത് നമ്മളെ കയ്യിൽ ലോൺ കിട്ടണം എന്നല്ല അതിന്റെ അർത്ഥം. ക്യാഷ് കൈക്ക് ലോൺ ആയിട്ട് കിട്ടണം എന്നല്ല അതിന്റെ അർത്ഥം. ബാങ്കിക്ക് വന്ന ലോണും ആയിക്കോട്ടെ. ഓക്കെ, ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോത്ത് ക്യാഷിനെയും ബാങ്കിനെയും റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, റിപ്ലൈ ആയിട്ട് എന്ത് ചെയ്ത്? ഓക്കെ. പിന്നെ ഇൻ കേസ് ഓഫ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റിന്റെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഇതിൽ എവിടെ വരും എന്നാണ് പറയുന്നത്? ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ആണെങ്കിൽ അത് ആദ്യം എവിടെ ഉണ്ടാവും? പി ആൻഡ് എൽ ഉണ്ടാവും. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് സൈഡിൽ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടാവും. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഇപ്പൊ നമ്മൾ ഇന്നലെ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് കാണിച്ച പോലെ തന്നെ ലോസ് എന്തുണ്ടാവും? പി ആൻഡ് എൽ സൈഡിൽ ഉണ്ടാവും. പക്ഷെ ഫിക്സ്ഡ് അസറ്റ് ആയതുകൊണ്ട് തന്നെ അത് എന്ത് ആക്ടിവിറ്റിയാണ്? അതൊരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ് അല്ലെ? ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് ഒഴിവാക്കണം. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എടുത്തിട്ട് അതിനെ എന്തിൽ കൊണ്ടുനടണം? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലേക്ക് കൊടുത്തിടണം. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്, എന്നാലും മനസ്സിലാക്കാവുന്നുള്ളൂ. ഒന്നുമില്ല. ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ, ഗെയിൻ ആയിരുന്നപ്പോൾ എന്തായിരുന്നു? ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോന്റെ ഭാഗമല്ല, പക്ഷെ നമുക്ക് എന്തുണ്ട്? ഗെയിൻ ഉണ്ട്.
ഫിക്സഡ് അസറ്റ് വിറ്റ് കിട്ടിയപ്പോൾ നമുക്ക് ഗെയിൻ ഉണ്ട്. നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഗെയിൻ അതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനെ അവിടെ നിന്ന് എന്ത് ചെയ്യണം, ഒഴിവാക്കുകയാണ്. ഗെയിൻ ആയതുകൊണ്ട് തന്നെ ഇൻകം ആണ്. ഇൻകത്തിനെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മൈനസ് ചെയ്ത് കാണിക്കേണ്ടി വരും. ഇവിടുന്ന് ലെസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ എവിടെ കൊടുത്തിട്ടും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിന്റെ കൂടെ ഗെയിൻ ആയിട്ട് പ്ലസ് ആയിട്ട് കാണിക്കും. അതായത് ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലോസ് ആണെന്നുണ്ടെങ്കിൽ സെയിം ഡിഫറെന്റ് മെത്തേഡ്. ലോസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോന്റെ കൂടെ ഇവിടെ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റിനെ ആഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ എന്ത് ചെയ്യുക, അതിനെ കുറച്ച് കാണിക്കുക. അതായത് ഫിക്സഡ് അസറ്റ് വിറ്റ് പോയപ്പോൾ നമുക്ക് വന്ന ലോസ് അല്ലെങ്കിൽ അതിൽ വന്ന ഫണ്ടിന്റെ ക്യാഷ് ലോസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കേണ്ടി വരും. അത് നമ്മൾ അവിടെ ഓട്ടോമാറ്റിക്കലി കാണിക്കും. ലോസ് കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, സെയിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്നുള്ള സെയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഈ ഗുഡ് വില്ല് ബാലൻസ് ഷീറ്റിൽ വന്നത് എങ്ങനെയാലും ക്യാഷ് ഫ്ലോനെ ഇമ്പാക്ട് ചെയ്യോ? എങ്ങനെ ഗുഡ് വില്ല് ബാലൻസ് ഷീറ്റിൽ വന്നു കഴിഞ്ഞാല് അതെങ്ങനെയാലും ബാലൻസ് ഷീറ്റിൽ വന്നു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ ഇമ്പാക്ട് പറഞ്ഞു കഴിഞ്ഞാല് ഗുഡ് വില്ല് ഇപ്പൊ നമുക്ക് ഇവിടെ വരിക, ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ട് ഗുഡ് വില്ല് പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വരുള്ളൂ. അല്ല ഞാൻ ക്യാഷ് ഫ്ലോനെ ബാധിക്കുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ഗുഡ് വില്ല് എവിടെയും ബാധിക്കില്ല. എന്താ പറഞ്ഞേ? ഓക്കെ ഓക്കെ അല്ലേ? രാജ് കപൂർ കൈ ഉണ്ടിച്ച് എന്തേ? അത് ഈ ക്യാഷ് ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്ന അതിലൊരു ക്യാഷ് ഡീലിങ്സ് നടക്കുന്ന സമയത്ത് അല്ലേ ഉദ്ദേശിക്കണം. അതല്ലാതെ ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും അതിൽ പ്രസക്തി ഇല്ലല്ലോ. അപ്പോൾ അത് രണ്ടും അതിൽ ക്യാഷ് മൂവ്മെന്റ് നടക്കുന്നില്ലല്ലോ. അതല്ലേ ഉദ്ദേശിക്കുന്നത് അല്ലേ? നിങ്ങൾ ലോജിക്കലി ആലോചിക്കുന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് ക്യാഷ് മൂവ്മെന്റ് നടക്കുന്നത് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുക. അതായത് ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിലും നമുക്ക് ഇതൊന്നും കിട്ടില്ല. നമുക്ക് നെറ്റ് കിട്ടുക ക്യാഷിലുള്ള എത്ര വന്നു എന്നുള്ളത് തന്നെ കിട്ടുക. ക്രെഡിറ്റിനെ കുറിച്ച് കിട്ടൂല. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ റെസ്യൂബിളും പേയബിളും പറഞ്ഞുകൊണ്ട് കൺഫ്യൂഷൻ ആയതായിരിക്കും. റെസ്യൂബിളും പേയബിളും പറയുമ്പോൾ കൺഫ്യൂഷൻ അല്ല, ക്യാഷ് ഫ്ലോ എന്ന് എനിക്ക് മനസ്സിലായത് ഈ ക്യാഷ് മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ അതായത് ക്യാഷ് വരുന്നു ക്യാഷ് പോകുന്നു, ക്യാഷ് വരുന്നു ക്യാഷ് പോകുന്നു, അതിന്റെ നെറ്റ് ബാലൻസ് ആണ് ക്യാഷ് ഫ്ലോ ബാലൻസ്. അതന്നെ കിട്ടുക. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് നാളെ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ബാലൻസ് ഷീറ്റ് ഞാൻ പറ്റുകയാണെങ്കിൽ നോക്കട്ടെ. ഒരു റിയൽ ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് ഒരു ക്യാഷ് ഫ്ലോ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ജസ്റ്റ് ഒരു റിയൽ ബാലൻസ് ഷീറ്റ്. നമ്മളിപ്പോ ഈ മെത്തേഡിൽ അങ്ങനല്ല. ഈ മെത്തേഡിൽ നമ്മൾ ക്യാഷിലല്ല പർച്ചേസ് ചെയ്തെങ്കിൽ ഇതിനകത്ത് പരിഗണിക്കും. പക്ഷെ അത് പേയബിളിൽ മൈനസ് ആയി പോകുന്നതാണ് സാർ പറഞ്ഞത്. മൂപ്പർക്ക് മനസ്സിലാക്കുന്നത് അതായത് റെസ്യൂബിളും പേയബിളും മൂപ്പര് ഉദ്ദേശിക്കുന്നത് അതല്ല. ഇതുകൊണ്ട് അവസാനം നമുക്ക് കിട്ടുക ക്യാഷിൽ വന്ന ഐറ്റംസ് അല്ലേ ബാലൻസ് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അത് പക്ഷെ പുള്ളി ഉദ്ദേശിക്കുന്ന ക്യാഷുമായിട്ട് ബന്ധപ്പെടാത്തത് പരിഗണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്, ഇപ്പൊ പറഞ്ഞത്. അതാണ്. അങ്ങനെയാണോ? അത് ഡയറക്റ്റ് മെത്തേഡിലല്ലേ അതല്ലേ? അതെ, അത് ഡയറക്റ്റ് മെത്തേഡാണ് പുള്ളി പറഞ്ഞത്. അത് ഡയറക്റ്റ് മെത്തേഡിലാണ് അങ്ങനെ പരിഗണിക്കുന്നത്. ഇവിടെ പക്ഷെ നമ്മൾ എല്ലാം നോക്കും. നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ലെങ്കിലും ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചാലും കൊടുക്കാതെ വാങ്ങിച്ചാലും നമ്മൾ നോക്കും. എനിക്ക് തോന്നുന്നത് പുള്ളി ചോദിക്കുന്നത് അറ്റ് ദ എൻഡ് നമുക്ക് ബാലൻസ് കിട്ടുക ക്യാഷ് എന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? അല്ലേ ചോദിച്ചത്? അതെ അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. അറ്റ് ദ എൻഡ് നമുക്ക് ക്യാഷിന്റെ ബാലൻസ് തന്നെ കിട്ടുള്ളൂ. റിസീവബിൾ പേയബിളിന്റെ ഒന്നും പരിഗണിക്കൂല. അറ്റ് ദ എൻഡ് നമുക്ക് കിട്ടുക എത്ര ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ കിട്ടാം. ഈ 72,000 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാങ്കിലും ക്യാഷ് ബുക്കിലും എത്ര ബാലൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അറ്റ് ദ എൻഡ് കിട്ടുക. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നാളെ കുറച്ചും കൂടി കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ എന്ത് ചെയ്യാം, ഒരു റിയൽ ബാലൻസ് ഷീറ്റ് എടുത്തോ. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാതെ ഒരു ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാഷ് ഫ്ലോ ആദ്യം തന്നെ നമുക്ക് ക്യാഷ് ബാലൻസ് 72,000. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്തു നോക്കുമ്പോൾ നമുക്ക് അതിലേക്ക് വരുന്ന മനസ്സിലായി. അപ്പൊ അതിന്റെ ലോജിക്ക് മനസ്സിലാവും. നമുക്ക് നാളെ അങ്ങനെ ചെയ്ത് നോക്കാം. നാളെ അങ്ങനെ ഒരു ക്യാഷ് ബാലൻസ് ഉണ്ടാക്കി നോക്കാം. എങ്ങനെ ലാസ്റ്റ് മുട്ടുന്നുണ്ടോ നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഓക്കെ, അപ്പോ നാളെ അത് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ആ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ക്യാഷ് ഫ്ലോ ഓൾമോസ്റ്റ് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കി ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ എടുക്കാം. നാട്ടിലെ സമയം കുറച്ച് എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് നേരത്തെ പോകേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ബാക്കി ഇനി നാളെ നോൺ കറന്റ് ലയബിലിറ്റീസിന്റെ സൈഡിലേക്കാണ് പോകുന്നത്. ഇനി നോൺ കറന്റ് ലയബിലിറ്റീസിൽ ഷെയർ ക്യാപിറ്റൽ, ഡിവിഡൻഡ്, അങ്ങനെ ആ സൈഡ് പ്ലസ് ലയബിലിറ്റി സൈഡിൽ. പിന്നെ അവിടെ നമുക്ക് കുറച്ച് IFRS കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ് ഇനി നമ്മൾ ആ സൈഡിലേക്ക് പോകുന്നത്. ഇപ്പൊ നമ്മൾ ആക്ച്വലി നോൺ കറന്റ് അസറ്റിന്റെയും കറന്റ് അസറ്റിന്റെയും സൈഡിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, നാളെ തൊട്ട് ഈ ക്യാഷ് ഫ്ലോന്റെ ക്വസ്റ്റ്യൻ നാളെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം നേരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് പോകാം. പിന്നെ ക്വസ്റ്റ്യൻ്റെ ഒരു ഡേ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ഡേ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ആക്ച്വലി സാറ്റർഡേ ആണ്. സാറ്റർഡേ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡേ വെക്കാം. നമ്മുടെ ലീസിലെ
മിസ്സായി പോയ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റർഡേ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ഡേ ഫുൾ വെക്കാം, ഫുൾ ഡേ ക്വസ്റ്റ്യൻ വെക്കാം. ക്വസ്റ്റ്യൻ ഡേ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിന്നെ ആൻസർ ചെയ്യുകയാണോ അതോ ചോദിക്കുമ്പം പറയുവാണോ, അങ്ങനെയാണോ? രണ്ടും ഓക്കെയാണ്. നിങ്ങൾ ആക്റ്റീവായിട്ട് നിങ്ങൾ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതാണ് താല്പര്യം. എല്ലാരും കൂടെ പറഞ്ഞാൽ ആൾക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, ചിലർ മിണ്ടാതിരിക്കും. അപ്പൊ നമുക്ക് എഴുതി കാണണം, അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരോടും ചോദിക്കാം, എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മതി. എല്ലാവരും കൂടി ഓരോരുത്തർ പറയണമെന്നില്ല, ഞാൻ ചോദിക്കാം, നിങ്ങൾ ഓരോരുത്തർ പറഞ്ഞാൽ മതി, ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി, എല്ലാവരും പാർട്ടിസിപ്പേറ്റഡ് ആയിക്കോളും. അങ്ങനെ ചെയ്യാൻ നമ്മൾ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരും ഒരാൾ സംസാരിക്കുന്നുണ്ട് വിചാരിച്ചിട്ട് വേറെ ആരും സംസാരിക്കാതെ ഉണ്ടായിരിക്കൊന്നും വേണ്ട, അങ്ങനെ ആരും വിചാരിക്കണ്ട. അവനവനാണ് ഡൗട്ടുകളൊക്കെ ചോദിക്കുക. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിചാരിക്കുന്നുണ്ട്. ഇന്ന് നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് എന്തെന്ന് വെച്ചാൽ 1 hour ക്ലാസ് കഴിഞ്ഞിട്ട് ഡൗട്ടുകളൊക്കെ നമുക്ക് ലാസ്റ്റ് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡൗട്ട് ചോദിക്കാനുള്ള ആൾക്കാർക്ക് ക്ലാസ് സമയം പോകത്തില്ലല്ലോ. അത് പക്ഷെ വിട്ടുപോകും. 2-3 പേര് പേഴ്സണലി മെസ്സേജ് അയച്ചു. അതായത് അവർക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഡൗട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കില്ലാത്ത ഡൗട്ടിന്റെ ടൈമിൽ അവർ ഇരിക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇനി മുതൽ അങ്ങനെ ആക്കാം, നാളെ തൊട്ട് അങ്ങനെ ആക്കാം. അതായത് 1 hour നമ്മൾ സ്ട്രിക്റ്റ് ക്ലാസ് ആയിരിക്കും. അതായത് 11 to 10:30 to 11:30 നമ്മൾ സ്ട്രിക്റ്റ് ക്ലാസ് മാത്രമായിരിക്കും. അപ്പൊ നമ്മൾ ഡൗട്ട് ഒന്നും നിങ്ങൾ ആരും ഒന്നും ദയവ് അപേക്ഷിച്ച് ചോദിക്കരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മൈൻഡിൽ വെക്കുക. ഞാൻ സാധാരണ അങ്ങനെയല്ല പറയല്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ചോദിക്കാന്ന് പറയാറുണ്ട്. പക്ഷെ അത് നമുക്കൊന്ന് മാറ്റാം. കാരണം കുറെ ആൾക്കാർക്ക് പിന്നെ അവർക്ക് ആവശ്യമില്ലാത്ത ഡൗട്ടും കൂടി അവർ കേൾക്കണ്ടല്ലോ. അപ്പൊ അതിനുശേഷം 11:30 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്ര നേരം വേണേലും നിങ്ങളുടെ ഡൗട്ട് ഫുള്ള് ചോദിച്ചോളൂ. അപ്പൊ ഡൗട്ട് ഇനി താല്പര്യമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം, എന്റെ ഇത് കഴിഞ്ഞ് പോവുകയും ചെയ്യാം. അവർക്കും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. ഡൗട്ട് കേൾക്കേണ്ടവർക്ക് മാത്രമേ ഇരുന്നാൽ മതി. അതുകൊണ്ട് നാളെ തൊട്ട് നമുക്ക് അങ്ങനെ ആക്കാം. 1 hour നിങ്ങൾ എന്ത് ചെയ്യരുത്, ദയവ് അപേക്ഷിച്ച് ആരും ഡൗട്ട് ഒന്നും ചോദിക്കരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മൈൻഡിൽ വെക്കുക. എന്നിട്ട് 1 hour കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ആ ഡൗട്ട് ചോദിക്കാനുള്ള സമയം തരും. അപ്പൊ എവിടെയെങ്കിലൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പറയുന്നത് ചിലപ്പോൾ ഞാനത് പറയാതിരിക്കാറില്ല, കാരണം വെച്ചാൽ പറഞ്ഞു പോകുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നുക. അപ്പൊ പിന്നെ ആ ഡൗട്ട് കിട്ടൂല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫ്ലോ തന്നെ ചോദിച്ചോളൂ എന്ന് പറയുന്നത്. പക്ഷേ അത് പറയുമ്പോൾ ചിലർക്കൊക്കെ ഇതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്നോട് പേഴ്സണലി പറഞ്ഞു. കാരണം അവർക്ക് ക്ലാസ് നീണ്ടു പോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നാളെ തൊട്ട് 1 hour ഫുള്ള് ക്ലാസ് ആയിരിക്കും. 1 hour ക്ലാസ് കഴിഞ്ഞിട്ട് അതിനുശേഷം എല്ലാവരുടെ സംശയങ്ങളും ആർക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അത് നമുക്ക് അങ്ങനെ ആക്കാം. പിന്നെ ഷാജി പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ക്യാഷ് ഫ്ലോ ബാലൻസ് വിൽ ബാലൻസ് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഫണ്ട് അല്ലേ? യെസ്, കറക്റ്റ് ആണ്. അത്രയും വരും. ഓക്കെ, സോ നാളെ ഡിസ്കസ് ചെയ്യും. ബൈ. ഓക്കെ അല്ലേ? ഓക്കെ, ഗുഡ് നൈറ്റ്. Okay, thank you, sir. Bye.